ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഗ്രേവിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ചോറിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ചെമ്മീൻ ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ പെരുംജീരകമാണ് ഇട്ട് കൊടുക്കേണ്ടത്. പെരുംജീരകം നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് 4 സവാള നല്ലോണം കനം കുറച്ച് അരിഞ്ഞിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ ഈ ഒരു സവാള ഒന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇത് നല്ലോണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു സവാള നല്ലോണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല സോഫ്റ്റായിട്ട് വരണം. എന്നാൽ മാത്രമാണ് നമ്മളുടെ ഈ ഒരു ഗ്രേവിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അതേ സവാളൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഇത് നല്ലോണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണമൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് പോണ വരയ്ക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ നല്ലോണം തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഞാൻ 3/4 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താലും മതി. നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റണ സമയത്ത് ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് ഈ ഒരു പൊടികളൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നല്ലോണം തന്നെ ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അടുപ്പൊരു ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റോളം ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ടെടുക്കാം. അപ്പോഴേക്കും ഈ ഒരു പൊടികളുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ പോയി കിട്ടും. ഇപ്പോൾ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 3/4 കിലോ ചെമ്മീനാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെമ്മീൻ്റെ കളറ് മഞ്ഞ കളർ എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴുകി എടുക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നതാണ്. അതാണ് ആ ഒരു മഞ്ഞ കളറ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ 5 മിനിറ്റോളം അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കുമ്പോഴേക്കും ഈ ഒരു ചെമ്മീനിൽ നിന്ന് അത്യാവശ്യം നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. ഇനി ഇത് തുറന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്, ചൂടുവെള്ളം വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ചെമ്മീനൊക്കെ വേവും വേണമല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ചൂടുവെള്ളം വേണം ഇതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പുളിയുടെ പകരം നമുക്ക് തക്കാളി വേണമെങ്കിൽ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയെടുത്തില്ല, ആ ഒരു സമയത്ത് 2 തക്കാളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അതേ പുളിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുളി എടുക്കുന്ന സമയത്ത് കൂടി പോകണ്ട കേട്ടോ, കുറച്ച് മാത്രം പുളി മതി. ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം. ഈ ഒരു മീനൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ട് വരുന്ന വരയ്ക്കൊന്ന് വേവിക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഒത്തിരി ലൂസാക്കിയിട്ട് എടുക്കണില്ല, കുറച്ച് തിക്ക് ഗ്രേവിയിലാണ് എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും പിന്നെ കുറച്ച് മല്ലിയില കൂടെ ഇട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിലത്തെ മീനൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ ഗ്രേവിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക്